ഹായ് എസ്എൽ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു കാര്യം ഉണ്ടായിരിക്കും, നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നമ്മളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അത് മനസ്സിലാക്കണം എന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹമായിട്ട് തന്നെ കിടപ്പുണ്ടാവും. പക്ഷേ പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. പല സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും കുറേ സൈനുകൾ കണ്ടു കഴിഞ്ഞാലും അത് അറിയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എങ്ങനെയാണ്, അതിനുള്ള സൈനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു പേഴ്സൺ നിങ്ങളെ ഫ്രീക്വന്റ് ആയിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ മെസ്സേജിലൂടെ ആയിരിക്കാം, കോളിലൂടെ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഇങ്ങനെ ഇത്തരത്തിൽ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഉള്ള പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളെ സാധാരണ ദിവസം 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ വിളിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം, അതായത് അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കില്ല, അതിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സൗണ്ട് കേൾക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളത് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ മിസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് കഴിയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പയ്യൻ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കോൾസ് വന്നുകൊണ്ടിരിക്കും. എല്ലാവരുടെ ഭാഗത്തുനിന്നും ഇത് വരണം എന്നില്ല. അതായത് തിരക്കിനനുസരിച്ചിരിക്കും. തിരക്ക് അധികം ഇല്ലാത്ത ആളുകളാണ്, വലിയ രീതിയിൽ ബിസി ആവാത്ത ആളുകളാണെങ്കിൽ ഇങ്ങനെയാണ് കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. എന്നാൽ കൂടുതൽ ബിസി ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ഇത്തരത്തിൽ കോൾസ് എപ്പോഴും വരും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എങ്കിലും ഇത്തരത്തിൽ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് മെസ്സേജോ കോൾസോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൈൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, അവരുടെ ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. ഇപ്പൊ മിക്ക പുരുഷന്മാരെയും നമ്മൾ പറയാറുണ്ട്, വലിയ രീതിയിൽ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാത്ത ആളുകളാണ് എന്നുള്ളത്. അതായത് അവരെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്താന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതായത് അത്രയധികം മിസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് പുരുഷന്മാർ സാധാരണ പറയാറുള്ളത്. അപ്പൊ അങ്ങനെ അവരെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വായിൽ നിന്ന് തന്നെ അത് പുറത്ത് വരും എന്നുള്ളതാണ്. മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവർ പറയാനായിട്ട് ശ്രമിക്കും. അവരുടെ ഫീലിങ്സ് ഒക്കെ അവർ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളോടുള്ള സ്നേഹം അവർ പുറത്ത് കാണിക്കുന്നുണ്ടാവും, കെയർ പുറത്ത് കാണിക്കുന്നുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നതും അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയ നമുക്കൊന്ന് എടുക്കാം. അതായത് സോഷ്യൽ മീഡിയാസിൽ നമ്മൾ സാധാരണ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്റ്റോറി ഒക്കെ ഇടുന്ന സമയത്ത് അവർ ലൈക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കമന്റ്സ് ഒക്കെ തരുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ കമന്റ്സും കാര്യങ്ങളും തരാത്ത ആളുകളായിരിക്കാം. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു മാറ്റം കാണാൻ പറ്റും. അതായത് അവർ നല്ല രീതിയിൽ നല്ല കമന്റ്സ് ഒക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ നോക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ള രീതിയിലുള്ള കമന്റ്സ് അവർ തരുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത്തരത്തിൽ നല്ല കമന്റ്സും ലൈക്സ് ഒക്കെ അവർ തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നതും അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവർ ആ സമയത്ത് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുള്ള സ്ഥലത്തേക്ക് എങ്ങനെയെങ്കിലും വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളൊരു ഫംഗ്ഷന് പോയിരിക്കുകയാണെന്ന് വിചാരിക്കുക, കുറച്ച് നാളായിട്ട് നിങ്ങൾ കാണാറും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഒരു ഫംഗ്ഷന് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്താണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാരണം, എനിക്ക് അങ്ങോട്ട് വരാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അങ്ങനെ അവിടെ വന്ന് നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് അവർ പരമാവധി ട്രൈ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ഓരോ എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് നിങ്ങളെ കാണാനായിട്ട് അവർ വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുള്ള സ്ഥലത്തേക്കൊക്കെ അവർ വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സൈനിന്റെ ആവശ്യമൊക്കെ ഇല്ലല്ലോ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളെ കാണാണ്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് അവർ അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് പറയാം. ഈ സർപ്രൈസുകൾ, ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എപ്പോഴാണെന്ന് അറിയോ? നമ്മൾ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സമയത്തൊക്കെ. അതായത് നമ്മൾ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് സന്തോഷം നൽകണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നോക്കിയിട്ട്, ഈ ഒരു 5 കാര്യങ്ങൾ ഞാൻ മറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യുന്ന സമയത്ത് ഉള്ള സൈനുകളിൽ ഞാൻ ഈ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ കുറേ വീഡിയോസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മീൻസ് ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അവർ നിങ്ങൾ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, തിരിച്ച് അവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. അവർ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും തിരിച്ച് സ്നേഹിക്കുക. കാരണം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കണ്ടാവില്ലേ നമ്മൾ കൊടുക്കുന്നത് പോലെ തിരിച്ച് നമുക്ക് സ്നേഹം കിട്ടണം എന്നുള്ളത്. അങ്ങനെ സന്തോഷമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്